മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നമ്മൾ ഡിസീസസ് ഞാൻ കുറച്ച് എടുത്തിരുന്നു. ഇന്ന് നമ്മൾ ഒരു ഡിസീസ്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഒരു ഡിസീസാണ് ഡിസ്കസ് ചെയ്യുന്നത്, കൊറോണറി ആർട്ടറി ഡിസീസ്. ഓക്കെ, ഈ ഡിസീസിന് വേറെ പേരുകളും ഉണ്ട്. കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ CAD എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്. ബിക്കോസ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം, ഇതുണ്ടാക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇസ്കീമിയാണ്. ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ മറ്റൊരു പേര് കൂടിയുണ്ട് ഇതിന്, അതെറോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്നും പറയും. അതെറോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ 3 പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷനെ പറ്റി കൂടുതലും അറിയുന്നത് നമ്മൾ സാധാരണക്കാർ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ആ ഒരു പേരിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഔട്ട്കം, ഇത് മൂലമുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എല്ലാവരും കേട്ടിട്ടുണ്ടാവുക ഈ ഒരു പേരായിരിക്കും, ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. സോ ഞാൻ ഈ ഡിസീസിനെ ശരിക്കും 2 പാർട്ടുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, കാരണം അത്രയും കുറച്ച് ലോങ് ആണ്. സോ നമുക്കിന്ന് പാർട്ട് 1 നമുക്ക് ഇതിൻ്റെ ഒരു ഡിസീസ് പ്രോസസ്സിനെ പറ്റിയും എങ്ങനെയാണ് അതിൻ്റെ പത്തോജനസിസ്, ഓക്കെ, അതേപോലെ അതിൻ്റെ പ്രസൻറ്റേഷൻസ്, അതെങ്ങനെയാണ് സിംറ്റംസ്, അത് പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഡയഗ്നോസിസ്, അതേപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സൊക്കെ അടുത്തൊരു വീഡിയോയിൽ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണ് ഞാനിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കിന്ന് അപ്പോൾ CAD, കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഒരു പത്തോജനസിസ് ആണെന്ന് നമ്മൾ നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറികൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് കൊറോണറി ആർട്ടറികൾ എന്ന് പഠിക്കണം ആദ്യം. അപ്പോൾ കൊറോണറി എന്ന് പറയുന്നതിന് ഹാർട്ടിനെ സംബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം. കൊറോണറി, ഓക്കെ, ഹാർട്ടിനെ സംബന്ധിക്കുന്നത് എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കൊറോണറി ആർട്ടറികൾ ശരിക്കും ഹാർട്ടിന് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറികളാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കും ഓക്കെ ഹാർട്ടിനകത്ത് മുഴുവനും ബ്ലഡ് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഹാർട്ടിന് എന്തിനാണ് പിന്നെ ഒരു ബ്ലഡ് സപ്ലൈ? അങ്ങനെയല്ലല്ലോ. ഹാർട്ടിൻ്റെ ഭിത്തി അല്ലേ, എത്ര കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ഭയങ്കര എന്താ പറയുക, ഒരു മാജിക്കലായിട്ടുള്ള ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ മരിക്കുന്നത് വരെ ഇടതടവില്ലാതെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഓക്സിജനും ഗ്ലൂക്കോസും ഒക്കെ വേണം. അപ്പോൾ അത് എത്തിക്കുന്നത് ഈ കൊറോണറി ആർട്ടറികളാണ്. അതായത് നമുക്കറിയാലോ, ഞാൻ നേരത്തെ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നമ്മൾ ബ്ലഡ് വെസൽസ് ഒക്കെ പഠിച്ചപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അയോട്ട എന്ന് പറയുന്നതാണ് നമ്മുടെ ബോഡി മുഴുവനും ഓക്സിജൻ റിച്ച് ബ്ലഡ് എത്തിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ആർട്ടറി. സോ അയോട്ട ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ അയോട്ട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, ഫസ്റ്റ് ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ബ്രാഞ്ചസ് ആണ് ഈ കൊറോണറി ആർട്ടറികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് മറ്റുള്ളിടത്തേക്കൊക്കെ അയോട്ടയിൽ കൂടി മറ്റുള്ളിടത്തേക്കൊക്കെ ബ്ലഡ് എത്തിക്കുന്നുണ്ട്. ബട്ട് ദ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് ടു ദ ഹാർട്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, കാരണം മറ്റേത് ഭാഗത്തേക്കും ബ്ലഡ് കൊടുക്കുന്നതിന് മുന്നേ അയോട്ട ആദ്യം ബ്ലഡ് കൊടുക്കുന്ന ആർക്കാണ്? ഹാർട്ടിന് തന്നെയാണ്. സോ അയോട്ട സ്റ്റാർട്ട്, നമ്മൾ അയോട്ടിക് റൂട്ട് എന്ന് പറയും. അയോട്ട സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് അവിടെ നിന്ന് തന്നെ അയോട്ടിക് റൂട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ പുറത്ത് 2 ആർട്ടറികൾ വരുന്നുണ്ട്, ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ്. ഓക്കെ, അവർ നമ്മൾ ഹാർട്ടിനെ ഇങ്ങനെ കാണുമ്പോൾ ഹാർട്ടിൻ്റെ സർഫസിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു താഴേക്കൊരു റീത്ത് വെച്ച പോലെ ഇങ്ങനെയാണ് ഒരു ഊർന്നിങ്ങനെ ഹാർട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങി വരുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ കൊറോണറി എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. ദാറ്റ് ലുക്ക് ലൈക്സ് എ ക്രൗൺ ഓവർ ദ ഹാർട്ട്, എ ക്രൗൺ ഓർ എ റീത്ത് പ്ലേസ്ഡ് ഓവർ ദ ഹാർട്ട്. അതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു 2 ആർട്ടറികളാണ്. അതുകൊണ്ടാണ് കൊറോണറിയുടെ ശരിക്കുള്ള പേര് അർത്ഥം ക്രൗൺ ലൈക്ക് എന്നാണ്. ഈവൻ കൊറോണ വൈറസിൻ്റെ ഒക്കെ പേര് അങ്ങനെയാണ് വന്നത്. പക്ഷെ പിന്നീട് ഈ കൊറോണറി എന്നുള്ള പേര് ഹാർട്ടിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 2 കൊറോണറി ആർട്ടറികൾ, റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ദ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ഈ 2 ആർട്ടറികളാണ് ഹാർട്ടിന് ഓക്സിജനും ഗ്ലൂക്കോസും ഒക്കെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടി ഹാർട്ടിന് എത്തിച്ചു കൊടുക്കുന്നത്.
പ്രത്യേകിച്ച് നമുക്കറിയില്ല ഹാർട്ടിൻ്റെ വർക്ക് ചെയ്യുന്ന ലെയർ എന്ന് പറഞ്ഞാൽ അത് മസിൽ ലെയറാണ്. ദ മിഡിൽ ലെയർ, ദ മയോകാർഡിയം അല്ലേ, അകത്ത് എൻഡോകാർഡിയം ഉണ്ട്, പിന്നെ നടുക്കാണി മയോകാർഡിയം, ഏറ്റവും പുറത്ത് പ്രൊട്ടക്റ്റീവായിട്ട് പെരികാർഡിയം ഉണ്ട്. സോ ദ മസിൽ ലെയർ, ദ മയോകാർഡിയം ഇസ് ദറ്റ് ഫങ്ഷണൽ ലെയർ ഓഫ് ദ ഹാർട്ട് അല്ലേ, ഹാർട്ടിൻ്റെ ജോലിയൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഓക്സിജൻ ഗ്ലൂക്കോസ് സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടിയത്. അപ്പോൾ അത് എത്തിച്ചു കൊടുക്കുന്ന ആർട്ടറികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറികൾ എന്ന് പറയുക. അപ്പോൾ അവർക്കുണ്ടാവുന്ന ഡിസീസ് എന്നാണല്ലോ ഈ വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് ഡിസീസാണ് അവർക്കുണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത്തിറോസ്ക്ലെറോസിസ് എന്ന് പറയും. ഓക്കെ, എന്ത് ഡിസീസാണ് ഇവർക്ക് ഉണ്ടാകുന്നത്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണത്? ഇറ്റ് ഇസ് കോൾഡ് അത്തിറോസ്ക്ലെറോസിസ്. ഈ സ്ക്ലിറോസിസ് എന്നുള്ളത് ഒരു എൻഡിങ് വേർഡാണ്, ഒരു മെഡിക്കൽ സഫിക്സ് ആണ്, വിച്ച് മീൻസ് ഹാർഡനിങ് എന്നർത്ഥം. ഓക്കെ, വല്ലാണ്ട് ഹാർഡൻ ചെയ്യുക. ഓക്കെ, ആൻഡ് അറ്റിറോ എന്ന് വെച്ചാൽ ഫാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഫാറ്റ് മൂലം ഉണ്ടാകുന്ന ഒരു ഹാർഡനിങ് എന്നാണ് ഈ വേർഡിൻ്റെ അർത്ഥം ശരിക്കും. അപ്പോൾ അതായത് നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 ടൈപ്പാണ്, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സ്. പ്രത്യേകിച്ചും കൊളസ്ട്രോളിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ പറയും ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എന്നൊക്കെ. കാരണം കൊളസ്ട്രോളിനെ ക്യാരി ചെയ്യുന്ന 3 ലിപ്പോപ്രോട്ടീനുകളുണ്ട്. കൊളസ്ട്രോൾ ഇങ്ങനെ ഒരു ബൗണ്ട് ഫോമിലാണ് വരുന്നത്, ബൈൻഡ് ചെയ്ത പോലെ. സോ കൊളസ്ട്രോളിനെ ക്യാരി ചെയ്യുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ ലിപ്പോപ്രോട്ടീനുകൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഓർ HDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഓർ LDL, ആൻഡ് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഓർ VLDL. ഇതിലെപ്പോഴും ഗുഡ് കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയുന്ന ആദ്യത്തേനാണ്, HDL ആണ്, ഹൈ ഡെൻസിറ്റി. ബിക്കോസ് അത് ഈ HDL കൊളസ്ട്രോൾ ബ്ലഡിലുണ്ടെങ്കിലും അത് ഈ ഫാറ്റ് നമ്മുടെ ഈ ആർട്ടറിയുടെ ഭിത്തിയിലൊക്കെ ഡിപ്പോസിറ്റ് ആവാൻ അതിനെ അത് പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഒരു HDL കൊളസ്ട്രോൾ നമ്മുടെ ബ്ലഡിൽ വേണ്ടത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫാറ്റ് ഡിപ്പോസിറ്റ്സ്, ഓക്കെ, ഈ അത്തിറോസ്ക്ലെറോസിസിൻ്റെ ആ ഒരു പ്രശ്നം അധികം ഉണ്ടാവില്ല. നേരെമറിച്ച് LDL ആൻഡ് VLDL, അതിൽ പ്രത്യേകിച്ചും LDLനെ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോളിനെ നമ്മളെപ്പോഴും ബാഡ് എന്ന് പറയും. കാരണം ഈ LDL ആണ് പൊതുവെ ഏറ്റവും കൂടുതൽ, 3 കൊളസ്ട്രോളുകൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ LDL ആണ്. പക്ഷെ അത് വളരെ അധികമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഈ ഫാറ്റിന്, ഈ ലിപ്പിഡ്സിന്, പ്രത്യേകിച്ച് കൊളസ്ട്രോളിന് ഈ ഇതുപോലെ നമ്മുടെ ആർട്ടറി, ഇപ്പോൾ ഇത് ഒരു ആർട്ടറിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആർട്ടറിയുടെ ഭിത്തിയിൽ ഇതേപോലെ ഡിപ്പോസിറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഞാൻ ലിപ്പിഡ്സ് ആണിത്. ഈ ഗ്രീനായിട്ട് കാണിച്ചിരിക്കുന്ന ലിപ്പിഡ്സ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് ആർട്ടറിയുടെ ഭിത്തിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിപ്പോസിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഒരാൾക്ക് ഈ LDL കൊളസ്ട്രോൾ നോർമലിനേക്കാളും ഹൈ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനുള്ള ഒരാൾ, ഓക്കെ, ഇതുപോലെ LDL കൊളസ്ട്രോൾ വളരെ ഹൈ ആണ്, നോർമലിനേക്കാളും വളരെ ഹൈ ആണ്. HDL ഉണ്ടാവും, ബട്ട് ചിലപ്പോൾ അതിന് ഒരു ഇനഫായിട്ട് അതിന് വേണ്ടത്ര ഉണ്ടാവില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ തന്നെ LDL ഇത്രയും കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അത് ഹെൽപ്ലെസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ അത്തിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവുക. അതായത് ബ്ലഡിലുള്ള ഈ LDL, പ്രത്യേകിച്ച് LDL കൊളസ്ട്രോൾ ഗെറ്റ്സ് ഡിപ്പോസിറ്റഡ് ഓൺ ദ ബ്ലഡ് വെസൽ വാൾ. ബ്ലഡ് വെസൽ വാൾ എന്ന് പറയുമ്പം ഇതിപ്പോൾ സപ്പോസ് ഇത് കൊറോണറി ആർട്ടറി ആണെങ്കിൽ ഏറ്റവും അകത്തെ ലെയറിനെ നമ്മളൊരു പേര് വിളിക്കും, ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ, ഇൻറ്റിമ എന്ന് പറയും. ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ബ്ലഡ് വെസൽ വാൾ ഇസ് കോൾഡ് ഇൻറ്റിമ, അല്ലെ, ട്യൂണിക്ക ഇൻറ്റിമ, അല്ലെങ്കിൽ നമുക്ക് പറയാം എൻഡോത്തീലിയം എന്ന് വേറൊരു പേരുണ്ട്. ഓക്കെ, ഇൻറ്റിമ ഈസ് എ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ബ്ലഡ് വെസൽ വാൾ. അതിന് തൊട്ട് പുറത്ത് മസിൽ ലെയറൊക്കെയാണ് മീഡിയ എന്ന് പറയും, ഏറ്റവും പുറത്ത് അഡ്വെൻറ്റീഷ്യ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻഡോത്തീലിയം എന്ന് പറയുന്ന ഏറ്റവും അകത്തെ ലെയറിലായിരിക്കും ഈ ഫാറ്റ് വന്ന് ഡിപ്പോസിറ്റ് ആവുക. അപ്പോൾ അങ്ങനെ ആ ഡിപ്പോസിഷൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു ഹാർഡ് പ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാച്ച് പോലെ ഇരിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു പാച്ചാണ്, കണ്ടോ, ഒരു ഫാറ്റിൻ്റെ ഒരു പാച്ച്, അതിനെ നമ്മൾ പ്ലേക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്ലേക്സ് ഉണ്ടായി അത്തരത്തിലുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ അത്തിറോസ്ക്ലെറോസിസ് എന്ന് പറയുക. ഓക്കെ, ആ ഒരു നോർമൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള
ഒരു ആ എൻഡോത്തീലിയത്തിന് പകരം ഇങ്ങനെ ഹാർഡൻഡ് പ്ലേക്സ് ഒക്കെ നിറഞ്ഞ ഒരു എൻഡോത്തീലിയമായിട്ട് മാറുക. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ ചേഞ്ച് pathology is called atherosclerosis. Okay. സോ ഈ അത്രോസ്ക്ലെറോസിസ് ആണ് കൊറോണറി ആർട്ടറി ഡിസീസ് ആയിട്ട് വരിക. ഓക്കെ, കൊറോണറി ആർട്ടറികളെ ബാധിക്കുന്ന പ്രശ്നം ഇതാണ്. കൊറോണറി ആർട്ടറികളിൽ ആ നോർമൽ എൻഡോത്തീലിയത്തിന് പകരം അവിടെ ഇങ്ങനെ ഫാറ്റി അബ്നോർമൽ ആയിട്ടുള്ള ഒരു എൻഡോത്തീലിയമായിട്ട് അത് മാറുന്നു ബിക്കോസ് ഓഫ് ദീസ് ഫാറ്റി ഡിപ്പോസിറ്റ്സ്, അറ്റിറോമ അല്ലെങ്കിൽ അറ്റിറോമാറ്റസ് പ്ലേക്ക്. ഓക്കെ, പ്ലേക്കുകൾ കാരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രോസ്ക്ലെറോസിസ് ഏത് ആർട്ടറികളിലും വരാം. ബിക്കോസ് കൊളസ്ട്രോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ ഈസ് ഓൾ ഓവർ ദ ബ്ലഡ്. അപ്പോൾ എല്ലായിടത്തും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇത് വരാൻ സാധ്യത കൂടുതലുള്ളത് നമ്മളിപ്പോൾ പറയുന്ന ഈ കൊറോണറി ആർട്ടറികൾ, ഹാർട്ടിൻ്റെ സ്വന്തം ആർട്ടറികളിൽ, അല്ലെങ്കിൽ ബ്രെയിനിനെ സപ്ലൈ ചെയ്യുന്ന പ്രത്യേകിച്ച് സെറിബ്രൽ ആർട്ടറികൾക്ക്, അതുപോലെ നമ്മുടെ കെരോട്ടിഡ് ആർട്ടറി എന്ന് പറയും. കെരോട്ടിഡ് ആർട്ടറി നെക്കിലുള്ള ആർട്ടറീസ് ആണ്. അതിലൊരെണ്ണമാണ് പിന്നീട് ബ്രെയിനിനൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കാലിലേക്കുള്ള അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആർട്ടറികൾക്ക് അത്ര വലിയൊരു പ്രശ്നം അത്രോസ്ക്ലെറോസിസ് ഉണ്ടാക്കാറില്ല, അല്ലെങ്കിൽ അവിടെ അത്രോസ്ക്ലെറോസിസ് അത്ര കോമൺ അല്ല. പക്ഷെ നമ്മുടെ കാലുകളിലേക്കുള്ള ആർട്ടറികൾ, കാലുകൾക്ക് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ലെഗ്സിനും ഫീറ്റിനും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറികളിലും ഇത് കോമൺ ആണ്. ഈ പൊതുവെ 3 ലൊക്കേഷൻസിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരിക. ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറിയിൽ, പിന്നെ ബ്രെയിനിന് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിലും, അതേപോലെ നമ്മുടെ കാലുകൾക്ക് ലോവർ എക്സ്ട്രിമിറ്റീസിന് സപ്ലൈ ചെയ്യുന്ന ആർട്ടറികളിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊറോണറി ആർട്ടറിക്ക് അത്രോസ്ക്ലെറോസിസ് ഉണ്ടായാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കിനി ഇതിൻ്റെ പത്തോളജിയിലേക്ക് വരാം. സോ ഈ അത്രോസ്ക്ലെറോസിസിൽ ശരിക്കും ഞാൻ ആദ്യം ഈ പിക്ചറിലൊന്നുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എപ്പോഴും ഈ ഫാറ്റ് വന്ന് അടിയുന്നത് ഈ എൻഡോത്തീലിയത്തിലാണ്. ഈ എൻഡോത്തീലിയം എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ഇൻറ്റിമയിലാണ്. അപ്പം അങ്ങനെ ഫാറ്റ് വന്ന് അടിയുമ്പോൾ അത് ആ ഒരു എൻഡോത്തീലിയത്തിന് ഒരു അബ്നോർമൽ ആക്കും, അത് ഒരു ഡിസ്ഫങ്ഷണൽ ആക്കും. അപ്പോൾ തന്നെ അവിടേക്ക് നമ്മുടെ പ്രൊട്ടക്റ്റീവ് സെല്ലുകൾ ഉണ്ടല്ലോ ഓൾറെഡി, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, അവർ ഉടനെ അവിടെ വരികയും ഈ ഫാറ്റിനെ അവരത് മാറ്റാനാണ് നോക്കുന്നത്. യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് മോണോസൈറ്റ്സ് ഉണ്ടല്ലോ. മോണോസൈറ്റ്സ് പിന്നീട് മാക്രോഫേജുകൾ എന്നാണ് അറിയപ്പെടുക. അവർ ഇതുപോലുള്ള മോണോസൈറ്റ്സ് എന്ന് നമ്മൾ അവരെ വിളിക്കുന്നത് അവർ ബ്ലഡിലിരിക്കുമ്പോഴാണ്, ബ്ലഡിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ, സർക്കുലേറ്റ് ചെയ്യുമ്പോൾ. But when they go into this kind of tissues, they migrate out of blood and go into this kind of tissues for their functions. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ഇതുപോലുള്ള അബ്നോർമൽ ഏരിയാസിലൊക്കെ പോയിട്ട് അബ്നോർമൽ തിങ്സിനെയൊക്കെ എൻഗൾഫ് ചെയ്ത്, അതാണ് ഫേജ് എന്ന് പറയുന്നത്, എൻഗൾഫ് ചെയ്ത് അവിടെ എല്ലാം ക്ലീൻ ആക്കും. അപ്പോൾ ഇവർ ഇതുപോലെ ഫാറ്റ് വന്ന് അടിയുമ്പോൾ അവിടേക്ക് ആദ്യം വരെ ഇതുപോലുള്ള മാക്രോഫേജുകളാണ്, ബ്ലഡിൽ തന്നെയുള്ള മാക്രോഫേജുകൾ അവിടെ വരുന്നു. ആ മാക്രോഫേജുകൾ എന്ത് ചെയ്യും? ഈ ഫാറ്റിനെയൊക്കെ ഇങ്ങനെ എൻഗൾഫ് ചെയ്ത് തിന്ന് അവിടെ ക്ലിയർ ആക്കാൻ നോക്കും. പക്ഷേ ഒത്തിരി ഫാറ്റ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് സാധിക്കില്ല. അപ്പോൾ ഫൈനലി അവിടെ ഇങ്ങനെ ഫാറ്റ് നിറഞ്ഞ സെല്ലുകളായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ ഇതിൻ്റെ ഈ കോറായിട്ട് കാണുന്നത്. ഈ ലിപ്പിഡ് കോർ എന്ന് ഉദ്ദേശിക്കുന്ന ഈ പ്ലേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പ്ലേക്കിൽ തന്നെ ഈ ലിപ്പിഡ് കോർ എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിറയെ ഫാറ്റ് ഉണ്ടാവും, ലിപ്പിഡുകൾ ഉണ്ടാവും. ആ ലിപ്പിഡ്സ് തിന്നിങ്ങനെ വീർത്തിങ്ങനെ ഇരിക്കുന്ന കുറേ അവരെ ഫോം സെൽസ് എന്നാണ് വിളിക്കുക, FOAM സെൽസ്. അവരാണ് മാക്രോഫേജുകൾ, അവരും ഉണ്ടാവും. ഇതാണ് നമ്മൾ ഈ ഒരു പ്ലേക്കിൻ്റെ സെൻറ്ററിൽ കാണുക. ഈ മാക്രോഫേജുകളും അവിടെയുള്ള ഫാറ്റും. പക്ഷേ ഇങ്ങനെ മാക്രോഫേജുകൾ വന്ന് ആ സെൻറ്ററിലെ ഫാറ്റിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനൊപ്പം ഈ പ്ലേക്കിന് ഒരു കവറിങ്ങും കൂടി ഉണ്ടാവും. കണ്ടോ, ഒരു ഫൈബ്രസ് ക്യാപ്പും ഉണ്ടാവും. അവിടെയുള്ള സ്മൂത്ത് മസിലും ഒക്കെ ഫോം ചെയ്യുന്നതാണ്. ഒരു ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ ഒരു കവറിങ് എപ്പോഴും ഒരു പ്ലേക്കിനുണ്ടാവും. ഇപ്പോൾ അതാണ് ഞാൻ ഈ റെഡായിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ പ്ലേക്കിന് ഇതിപ്പോൾ 2 പ്ലേക്സ് ഉണ്ട് ഈ ആർട്ടറിയിൽ തന്നെ. ഇപ്പോൾ ഇതൊരു പ്ലേക്ക്. സോ 2 പേർക്കും കുറച്ച് ലിപ്പിഡ് കോറുണ്ട്, അതിൻ്റെ പുറമേ ഒരു ഫൈബ്രസ് ക്യാപ്പും ഉണ്ട്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഫൈബ്രസ് ക്യാപ്പ് കുറച്ച് തിന്നാണ് ഈ പ്ലേക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയായിരിക്കും. അത് ഓരോ പ്ലേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പ്ലേക്സും ഡിഫറെൻ്റ് ആണെന്നാണ് പറയുക. കുറച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചറിലൊക്കെ. അപ്പോൾ ചില പ്ലേക്സിന് ആ ഫൈബ്രസ് ക്യാപ്പ് നല്ല കട്ടിയുള്ളതായിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലേക്ക് എന്ന് പറയും. സ്റ്റേബിളാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, അകത്ത് ഫാറ്റ് ഉണ്ട്,
മൈക്രോഫേജുകൾ ഉണ്ടെങ്കിൽ പോലും ദേ ആർ സ്ട്രോങ്ങർ, ദേ ഹാവ് എ വെരി തിക്ക് ഫൈബ്രസ് ക്യാപ്പ്. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ കണ്ടോ, ഇതിന് വളരെ തിൻ ആയിട്ടുള്ള ഫൈബ്രസ് ക്യാപ്പേ ഉള്ളൂ, ഈ റെഡ് വൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻസ്, അത് ഓരോ പ്ലേക്കിലും. ഈവൻ പ്ലേക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്ലേക്സ് ഉണ്ടായി തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള പ്ലേക്സ് ആർട്ടറികളിൽ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ആർട്ടറികളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ സാധാരണമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേക്കുകളുടെ രീതി ഇതുപോലെയാണ്, ദേ വിൽ ബി ഇൻഡിവിജ്വലി ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലേക്സ് എന്താണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ കൊറോണറി ആർട്ടറികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡയമീറ്ററുള്ള ആർട്ടറികളാണ് അല്ലേ. നിങ്ങൾ ഹാർട്ടിൻ്റെ സർഫസിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഹാർട്ട് തന്നെ അല്ലേ അത്രയ്ക്കല്ലേ ഉള്ളൂ. സോ ഹാർട്ട് നമ്മുടെ ഒരു ഫിസ്റ്റിൻ്റെ ഒരാളുടെ ഫിസ്റ്റിൻ്റെ വലിപ്പം അല്ലേ. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ സർഫസിലിരിക്കുന്ന, ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറികൾ വളരെ ചെറുതായിരിക്കും നോർമലി, അത്രയ്ക്ക് വലിയ ഡയമീറ്റർ ഒന്നുമില്ല. സോ അത്തരം ആർട്ടറികളിലാണ് ഇതുപോലെ പ്ലേക്സ് വന്ന് ഫോം ചെയ്യുന്നത്. സോ പ്ലേക്സ് ഫോം ചെയ്യുമ്പോൾ എന്ത് പറ്റും, കണ്ടോ, ആ പ്ലേക്ക് ആ നോർമലി ആർട്ടറിക്ക് ഇത്രയും ഏരിയ ബ്ലഡ് ഒഴുകാനായിട്ട് ഉണ്ട് അല്ലേ. നോർമൽ ആർട്ടറിയിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ബട്ട് പ്ലേക്സ് വരുമ്പോൾ എന്ത് പറ്റും, ആ ഏരിയ കുറേ ഭാഗം അങ്ങ് പ്ലേക്ക് കവർ ചെയ്യും. സോ ആ ഒരു ബ്ലഡിന് ഒഴുകാനുള്ള സ്ഥലം ഇത്രയുമായിട്ട് കുറഞ്ഞു. കണ്ടോ, ഈ ഒരു പ്ലേക്ക് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ ബ്ലഡിന് ഒഴുകാനുള്ള സ്ഥലം വളരെയധികം കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്ലേക്സ് ബേസിക്കലി ഉണ്ടാക്കുന്ന പ്രശ്നം ഇതാണ്. ദേ വിൽ ബി ബ്ലോക്കിംഗ് ദ വെസൽ. മേ ബി അതിൻ്റെ ലെവൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് 30% ആയിരിക്കും അടഞ്ഞിരിക്കുന്നത്, ഈ പ്ലേക്ക് ഇരിക്കുന്നതുകൊണ്ട്. ചിലർക്ക് അത് 50% ആയിരിക്കും. അങ്ങനെ പോകും. ഓക്കെ, എത്രമാത്രം ആ പ്ലേക്ക് വലുതാവുന്നുണ്ടോ, ഇതിനകത്ത് ഫാറ്റിൻ്റെ ഒരു എമൗണ്ട് എത്രയുണ്ടോ അതനുസരിച്ച് ചിലപ്പോൾ കുറേ അധികം വലുതായിരിക്കും. അപ്പോൾ അത് ഫാറ്റിൻ്റെ എമൗണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്ലേക്സിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ എന്തായാലും ദ ഫസ്റ്റ് തിങ്, ദ ഫസ്റ്റ് പ്രോബ്ലം ഓഫ് എത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫാറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്, ഫാറ്റി പ്ലേക്സ് ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു ആർട്ടറി, കൊറോണറി ആർട്ടറിയിലുള്ള അവൈലബിൾ സ്പേസ് ഭയങ്കരമായിട്ട് കുറയും ബ്ലഡിന്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ഇത്രയും ഫുൾ ബ്ലഡ് ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതിന് പകരം ഓൾമോസ്റ്റ് അല്ലെ ഒരു 30% അല്ലെ 50% ഒക്കെ ബ്ലഡ് ഹാർട്ടിൽ, മയോകാർഡിയത്തിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ പ്രശ്നം അല്ലേ. ഇപ്പോൾ നമ്മൾ ഫുൾ 100% ഓപ്പൺ ആയിട്ടിരിക്കേണ്ടതിന് പകരമാണ് ഇത്രയും ഒക്കെ അടഞ്ഞിരിക്കുക. അപ്പോൾ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അത്ര കുറച്ച് ബ്ലഡ് മാത്രമേ അവിടേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഒരു ഒക്ലൂഷൻ എന്ന് പറയും, ബ്ലോക്കേജ് ഉണ്ടാക്കും. ആർട്ടറി അടഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ മുഴുവനായിട്ടല്ല, ബട്ട് കുറേ ഭാഗം ഈ പ്ലേക്ക് മൂലം. ഓക്കെ, അതാണ് നമ്മൾ ഒക്ലൂഷൻ എന്ന് പറയും. അത്തിറോമ ഉണ്ടെങ്കിൽ, ഈ പ്ലേക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണ്, ഒക്ലൂഷൻ. ഓക്കെ, ഒക്ലൂഷൻ. പക്ഷേ ഈ ഒക്ലൂഷൻ അത്ര വലിയൊരു ഇഷ്യൂ ഒന്നും അല്ല. അതായത് ഒരു 70%-ലൊക്കെ മുകളിൽ ഒക്ലൂഷൻ ഉണ്ടെങ്കിലാണ് അതൊരു വളരെ സീരിയസ് ഇഷ്യൂ ആയിട്ട് നമുക്ക് അതെടുക്കാൻ പറ്റുക. അതർവൈസ് ഹാർട്ടിന് അത്രയും ബ്ലഡ് മതിയാവും. ഓക്കെ, ഒരു 70%-ൽ താഴെയൊക്കെ ബ്ലോക്ക് ഉണ്ട്, അത്രയും കുറച്ച് ബ്ലഡേ ഹാർട്ടിൽ, മീൻസ് കൊറോണറി ആർട്ടറിയിൽ കൂടി ഒഴുകുന്നുള്ളൂ എങ്കിലും അത് അത്ര വലിയൊരു പ്രശ്നമില്ല. പക്ഷെ 70%-നും മുകളിലേക്ക്, ഇപ്പോൾ ഒരു 70%-ഉം അടഞ്ഞിരിക്കുവാണ്, ബാക്കി 30% തുറന്നിരിക്കുന്നുള്ളൂ. 70% ഓഫ് ദ ആർട്ടറീസ് ഹാസ് ബീൻ ബ്ലോക്ക്ഡ് ബൈ ദ പ്ലേക്ക്. ബാക്കി ബ്ലഡിന് ഒഴുകാൻ ഒരു 30% ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്തു പറ്റും, അവിടെ അത്രയും 30% ബ്ലഡേ ഈ ആർട്ടറി എങ്ങോട്ടേക്കാണോ സപ്ലൈ ചെയ്യുന്നത് അവിടെ കിട്ടുന്നുള്ളൂ. സോ ആ ഒരു പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് സിംറ്റംസ് ഉണ്ടാക്കിയേക്കാം. എപ്പോഴാണെന്ന് വെച്ചാൽ റെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, ദിസ് 30% ഓഫ് ബ്ലഡ് സപ്ലൈ ഈസ് ഓക്കെ. പക്ഷേ നമ്മളൊന്ന് എക്സേർട്ട് ചെയ്തു, നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറി, അല്ലെങ്കിൽ കുറച്ച് ഒരു കയറ്റം കയറി, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ നമ്മൾ നടക്കേണ്ടി വന്നു, ഭാരം എടുത്തിട്ട് നടക്കേണ്ടി വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാർട്ടിന് ഒരു വർക്ക് ലോഡ് കൂടുമ്പോൾ ഹാർട്ടിന് ഈ 30% പോരാതെ വരും. ഓക്കെ, അതുവരെ ഇറ്റ് വാസ് ഓക്കെ. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ദിസ് 30% ഇസ് ഇനഫ്. പക്ഷേ നമ്മൾ ഇത്തിരി എക്സേർഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഹാർട്ടിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അന്നേരം അതിന് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും വേണ്ടി വരും. അപ്പോൾ ഈ 30% പ്രശ്നമാകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തു പറ്റും, ആ ഹാർട്ടിൻ്റെ മയോകാർഡിയത്തിന് ബ്ലഡ് കിട്ടാതിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് വഷളാവും.
സോ അതിനെയാണ് നമ്മൾ ഇസ്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് മസിൽ ഓക്കെ ആയിരുന്നു ഇഫ് ഇറ്റ് വാസ് ഗെറ്റിംഗ് എന്താ പറയുക 70% ഓഫ് 30% ഓഫ് ബ്ലഡ്. പക്ഷേ അത് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് അത് പോരാ, അന്നേരം ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ പോരാ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഇസ്കീമിയ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ഇസ്കീമിയ? ഈമിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്ലഡിൻ്റെ ഒരു കണ്ടീഷനെയാണ് ഉദ്ദേശിക്കുന്നത്, ബ്ലഡിൻ്റെ ഒരു അവസ്ഥ. ഇസ്കോ എന്ന് വെച്ചാൽ ബാക്ക്, ഹോൾഡ് ബാക്ക് എന്ന അർത്ഥം ഉണ്ട്. ബ്ലഡ് ഈസ് ബീങ് ഹെൽഡ് ബാക്ക് എന്നാണ് അർത്ഥം. ഒരു നമ്മുടെ ബോഡിയിൽ എവിടേക്കെങ്കിലും ബ്ലഡ് വേണ്ടത്ര എത്തുന്നില്ല എന്ന് പറയുന്നതാണ് ഈ ഇസ്കീമിയ. അപ്പോൾ ഇവിടെ എന്താ പറ്റിയത്? മയോകാർഡിയത്തിന് വേണ്ടത്ര ബ്ലഡ് കിട്ടുന്നില്ല. അത് എക്സേർട്ട് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ അതിന് ഭയങ്കരമായിട്ട് ബ്ലഡ് കിട്ടുന്നില്ല, അതിന് ഇസ്കീമിയയുടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. അപ്പോൾ എന്നാൽ റെസ്റ്റ് എടുക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഇസ്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം അത്തിറൂമ ഉണ്ടായി. അത്തിറൂമ വാസ് ഒക്ലൂഡിങ് ഓർ ബ്ലോക്കിംഗ് ദ ബ്ലഡ് വെസൽ. ആ ബ്ലഡ് വെസൽ എന്താ പറയുക ബ്ലോക്ക് ചെയ്തിരുന്ന് അതൊരു 70% മുകളിലും ബ്ലോക്ക് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിന് അത്ര കൂടുതൽ ബ്ലഡ് വേണ്ടി വരുന്നത് കൊണ്ട് അതിന് ഇസ്കീമിയ, ഹാർട്ടിന് എന്ന് പറഞ്ഞാൽ മയോകാർഡിയത്തിന് ഇസ്കീമിയ വരുന്നു. ആ ഒരു സ്റ്റേറ്റ് ഓഫ് എന്താ പറയുക നോട്ട് ഗെറ്റിംഗ് ഇനഫ് ബ്ലഡ്, അതാണ് നമ്മൾ ഇസ്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഏത് ഓർഗനും ഇസ്കീമിയ ഉണ്ടായാൽ അതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു പെയിനാണ് കൂടുതലും. സോ ഇവിടെ നമുക്ക് ഈ മയോകാർഡിയത്തിന് ഇതുപോലെ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടത്ര ബ്ലഡ് കിട്ടാതെ വരുമ്പം ഇസ്കീമിയ ഉണ്ടാകുന്നു. ആൻഡ് ദാറ്റ് ഇസ്കീമിയ വിൽ ബി മാനിഫെസ്റ്റഡ് ആസ് എ പെയിൻ. ആ പെയിനെയാണ് നമ്മൾ അഞ്ചൈന പെക്ടോറിസ് എന്ന് പറയും. അഞ്ചൈന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രാങ്കുലേറ്റിംഗ് പെയിൻ എന്ന് നമ്മൾ പറയുക. ഇങ്ങനെ ഞെരുക്കുന്ന പോലെ, ആരെ പിടിച്ച് നമ്മളെ ഞെരുക്കുന്ന പോലെ, ഒരു ഭാരം എടുത്തു വെച്ചതുപോലത്തേക്ക് ഒരു വേദന, അതിനാണ് എൻജൈന, സ്ട്രാങ്കുലേറ്റിംഗ് പെയിൻ എന്ന് പറയും. ആൻഡ് പെക്ടോറിസ് മീൻസ് ചെസ്റ്റിൽ വരുന്നത് കൊണ്ട് അങ്ങനെ. അപ്പോൾ ഈ ഒരു ടിപ്പിക്കൽ പെയിൻ ഉണ്ടല്ലോ, ബ്ലഡ് വേണ്ടത്ര കിട്ടാതെ വരുമ്പോൾ മയോകാർഡിയത്തിന് ഇസ്കീമിയ വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് നമ്മൾ അഞ്ചൈന പെക്ടോറിസ് എന്ന് പറയും. അപ്പോൾ അഞ്ചൈന പെക്ടോറിസ് ഈ ഒരു കേസിൽ എങ്ങനെയാണ് വന്നത്? അവർ എക്സേർട്ട് ചെയ്തപ്പോൾ ഒത്തിരി കനത്ത ഒരു ജോലി ചെയ്തപ്പോൾ അവർക്ക് അതുണ്ടായി. പക്ഷെ അവർ റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറുകയും ചെയ്യും. അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ 30% കൊണ്ട് ഹാർട്ട് ഹാപ്പിയാണ്, അത്രയും മതി. പക്ഷെ എപ്പോഴൊക്കെയും അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെയും അവർക്ക് അഞ്ചൈന വരും. പേഷ്യൻ്റ് തന്നെ അങ്ങനെയാണ് പറയുക, പ്രിഡിക്റ്റബിൾ ആണത് ഈവൻ ഫോർ ദ പേഷ്യൻ്റ്. അവർ പറയും ഞാൻ ഒന്ന് കയറ്റം കയറിയാലോ, ഒന്ന് കുറച്ച് ഭാരം എടുത്താലോ, ഒന്ന് കനപ്പെട്ട് എന്തെങ്കിലും ചെയ്താലോ എനിക്ക് നെഞ്ചുവേദന വരും. അപ്പോൾ ഞാൻ എല്ലാം മാറ്റി വെച്ച് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ അത് മാറുകയും ചെയ്യും. കണ്ടോ, അത് പ്രെഡിക്റ്റബിൾ ആണ്. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയും. സ്റ്റേബിൾ അഞ്ചൈന മീൻസ് അത് എന്താ പറയുക എക്സേർഷൻ്റെ സമയത്ത് വരികയും റെസ്റ്റ് എടുത്താൽ മാറുകയും ചെയ്യും. അതിനർത്ഥം എന്താണ്? ഈ പേഷ്യൻറ്റിന് ഒരു ഓൾമോസ്റ്റ് ഈ 70% ഒക്കെ അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ ബ്ലോക്ക് ആക്കുന്ന ഒരു ഒക്ലൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്ലേക്ക് ഉണ്ടാവും കൊറോണറി ആർട്ടറിയിൽ. അപ്പോൾ അതുകൊണ്ടാണത് അവർ വെറുതെ ഇരിക്കുമ്പോൾ ഓക്കെ, റെസ്റ്റ് എടുക്കുമ്പോൾ ഓക്കെ, പക്ഷെ അവർ എക്സേർട്ട് ചെയ്യുമ്പോഴൊക്കെ ഹാർട്ടിന് കൂടുതൽ ബ്ലഡ് വേണ്ടപ്പോൾ അത് കിട്ടുന്നില്ല എന്നാണ് ഈ സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയാൻ കാരണം ഇറ്റ് ഹാസ് എ സ്റ്റേബിൾ പാറ്റേൺ. കൃത്യമായിട്ട് അതിനൊരു പാറ്റേൺ ഉണ്ട് അല്ലേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അതിനെ. ഓക്കെ, എക്സേർട്ട് ചെയ്താൽ വരും, റെസ്റ്റ് എടുത്താൽ പോകും, അങ്ങനെ വരുന്നതാണ് നമ്മൾ സ്റ്റേബിൾ അഞ്ചൈന ഉണ്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും അത്രയും പേഷ്യൻസിന് എന്തുണ്ടാവും, ഇങ്ങനത്തെ പ്ലേക്സ് ഉണ്ട്. പക്ഷേ പ്ലേക്സ് റെസ്റ്റ് എടുത്താൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഡേഞ്ചറസ് ആയിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഓക്കെ, റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ പെയിനും മാറും, പക്ഷേ വീണ്ടും എക്സേർട്ട് ചെയ്യുമ്പോൾ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ സിംറ്റം ഓഫ് എന്താണ്, ഒരു ഒക്ലൂഷൻ. ഓക്കെ, ഒരു എക്സേർഷനിൽ മാത്രം വരുന്ന ഒരു ഇസ്കീമിയ. ഒക്ലൂഷൻ ഉണ്ട്, ബട്ട് ഇസ്കീമിയ ഒക്കേഴ്സ് ഓൺലി ഓൺ എക്സേർഷൻ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അടുത്തൊരു ഇതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേബിൾ അഞ്ചൈന ഉണ്ടാകുന്നത് ഇതുപോലുള്ള പ്ലേക്സിലാണ്, ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇങ്ങനെ ഒരു ലിപ്പിഡ് കളക്ഷൻ ഉണ്ട്, അതിന് പുറത്ത് നല്ല ഒരു ഫൈബ്രസ് ക്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫൈബ്രസ് ക്യാപ്പ് അങ്ങനെ കട്ടിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്ലേക്കിന് വലിയ പ്രശ്നമില്ല. ദ ഓൺലി പ്രോബ്ലം പ്ലേക്ക് ഇസ് കോസിങ് ഇസ് ഒരു
ഒരു ഇസ്കീമിയ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കൂടുതലായിട്ട് അത് ബ്ലോക്കേജ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന സമയത്തേ അത് വരുന്നുള്ളൂ. അതർവൈസ് ഇറ്റ് ഇസ് ഓക്കെ. അത് മാത്രമേ ഉള്ളൂ അവിടെ പ്രശ്നം. പ്ലേക്കിന് വലിയ കുഴപ്പം, പ്ലേക്ക് സ്റ്റേബിളായിട്ടിരിക്കുന്നു ആൻഡ് ഇറ്റ് ഇസ് കോസിങ് സ്റ്റേബിൾ അഞ്ചൈന. അതിന് വേറെ ഇഷ്യൂസ് ഒന്നും അത് വരുന്നില്ല. ആസ് ഓഫ് നൗ പേഷ്യൻറ്റിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ ഉള്ള ചില പ്ലേക്സ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്ലേക്ക് നിങ്ങൾ നോക്കുള്ളൂ. ഈ പ്ലേക്കിൽ കണ്ടോ, ഈ ഫൈബ്രസ് ക്യാപ്പ് കുറച്ച് തിന്നറാണ്, കണ്ടോ, അത്ര കട്ടിയില്ല. ഓക്കെ, ആ ഒരു ഫൈബ്രസ് ക്യാപ്പ്, ആ ഫൈബ്രസ് ക്യാപ്പ് തിന്നാവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലഡ് ഫ്ലോയിലൊക്കെ ഉള്ള മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, പെട്ടെന്ന് ഒരു ബ്ലഡ് പ്രഷർ വന്നു, നമ്മൾ ഹീമോഡൈനാമിക് ചേഞ്ച് എന്നൊക്കെ പറയും. പ്രഷർ മാറി, അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുക, കുറച്ച് വെസൽ കുറച്ച് ഡയലേറ്റഡ് ആയി, അങ്ങനെയുള്ള ഹീമോഡൈനാമിക് ചേഞ്ചസ് വരുമല്ലോ. വെസലാണെങ്കിൽ ചുരുങ്ങും, ചിലപ്പോൾ വലുതാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഫൈബ്രസ് ക്യാപ്പ് ചെറുതായിട്ട് പൊട്ടും, റപ്ചർ ചെയ്യും. ഓക്കെ, അപ്പോൾ റപ്ചർ ചെയ്യുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ ഇവിടെ ഒരു വിള്ളൽ, അല്ലെ, ഒരു വിള്ളൽ വീഴും ആ പ്ലേക്കിൽ. അതിനാണ് നമ്മൾ പറയുക പ്ലേക്ക് റപ്ചർ ചെയ്തു, അല്ലെങ്കിൽ പ്ലേക്കിൽ ഒരു ഇറോഷൻ ഉണ്ടായി, ഒരു പൊട്ടലുണ്ടായി, ഒരു ഫിഷർ ഉണ്ടായി എന്നൊക്കെ പറയും. ഒരു ടയർ പോലെ പ്ലേക്ക് പൊട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലേക്ക്, എല്ലാ പ്ലേക്കും പൊട്ടുന്നില്ല. ഇതുപോലുള്ള ചില വൾണറബിൾ പ്ലേക്സ് ഉണ്ട്, അവരാണ് ഈ പൊട്ടുന്നത്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ, ഒരു പൊട്ടൽ വീണ് കഴിയുമ്പോൾ അതൊരു ഇറ്റ്സ് ലൈക്ക് എൻ ഇഞ്ചുറി, അല്ലെ, ഇഞ്ചുറി പോലെയാണ് അതവിടെ. ആ പ്ലേക്ക് ഇങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പ്ലേറ്റ്ലെറ്റ്സ്, നമുക്കറിയാലോ പ്ലേറ്റ്ലെറ്റുകൾക്ക് എപ്പോഴും നമ്മൾ ഇതുപോലുള്ള എൻഡോത്തീലിയൽ ഇഞ്ചുറീസ് പറ്റിക്കഴിഞ്ഞാൽ എൻഡോത്തീലിയത്തിൻ്റെ അടിയിലുള്ള ലെയേഴ്സുമായിട്ട് പ്ലേറ്റ്ലെറ്റുകൾക്ക് കോൺടാക്റ്റ് വന്നാൽ പ്ലേറ്റ്ലെറ്റുകൾക്ക് ഇങ്ങനെ ഒരു അഗ്രിഗേറ്റ് ചെയ്യാനുള്ള എന്താ പറയുക, ഈ പൊട്ടിയ സർഫസിലേക്ക് അവർ വന്ന് ഒട്ടിപ്പിടിക്കും. പിന്നെ അവർ കൂടുതൽ പ്ലേറ്റ്ലെറ്റുകളെ അവരിലേക്ക് ആകർഷിക്കും. സോ ഫൈനലി ഇതുപോലൊരു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇവിടെ ഉണ്ടാവും. കണ്ടോ, ഞാൻ ഈ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നതൊക്കെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. സോ പ്ലേറ്റ്ലെറ്റ്സ് വിൽ ബി കമ്മിങ് ടു ദാറ്റ് റപ്ചേർഡ് പ്ലേക്ക്. ആ റപ്ചർ ചെയ്ത പ്ലേക്കിൻ്റെ ഭാഗത്തേക്ക് വന്ന് അവരവിടെ ഒട്ടിപ്പിടിക്കും, അവിടെ അഡ്ഹർ ചെയ്യും, ആൻഡ് ദെൻ ദേ വിൽ ബി ഓൾവേസ് അട്രാക്റ്റിംഗ് മോർ ആൻഡ് മോർ പ്ലേറ്റ്ലെറ്റ്സ് ടു ദിസ് റപ്ചേർഡ് പ്ലാക്ക്. അങ്ങനെയാണ് ഈ കാണുന്ന പ്ലേറ്റ്ലെറ്റുകൾ ഇവിടെ വന്ന് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, കൂട്ടം കൂടി ഇരിക്കുവാണ്. അപ്പോൾ ഇനി ചില കേസിൽ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ, ഓക്കെ, ചിലപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് എന്താ പറയുക തനിയെ അവർ വിട്ടുപോയി എന്ന് വരാം. പക്ഷെ ചില ആൾക്കാരിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലഗ് ചിലപ്പോൾ എന്ത് പറ്റും, ഒരു കൊയാഗുലേഷൻ പ്രോസസ്സിലേക്ക് പോകും. ആ പ്ലേറ്റ്ലെറ്റിലേക്ക്, നമുക്കറിയാമല്ലോ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈബ്രിൻ ത്രെഡുകൾ ഉണ്ടായി, അല്ലെ, ഫൈബ്രിനോജൻ എന്ന ഫൈബ്രിൻ ത്രെഡ്സ് ഉണ്ടായി ഈ പ്ലേറ്റ്ലെറ്റ് പ്ലഗുമായിട്ട് അത് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് ഒരു ക്ലോട്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ ഇതുപോലെ ഈ പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേറ്റ് ചെയ്തു, ആ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വന്നപ്പോൾ അവർ ഫൈനലി ആ ഒരു ക്ലോട്ടിംഗ് പ്രോസസ്സിലേക്ക് അത് എന്താ പറയുക ട്രിഗർ ചെയ്തു. ഫൈനലി അവിടെ ഒരു ത്രോംബോസിസ് ഉണ്ടായി. ആ കൊയാഗുലേഷൻ പ്രോസസ്സ് നടന്ന് ഫൈബ്രിൻ ത്രെഡുകളൊക്കെ വന്ന് ഫൈനലി ദിസ് വിൽ ബി ഫോമിങ് എന്താ പറയുക ഒരു ത്രോംബസ്, അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, ഒരു ക്ലോട്ടിനെയാണ് നമ്മൾ ത്രോംബസ് എന്ന് വിളിക്കുക, അല്ലെ, ത്രോംബസ്. അപ്പോൾ അങ്ങനെ ഒരു ത്രോംബസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ദിസ് ത്രോംബസ് ഞാനിപ്പോൾ ഇത്രയും കാണിച്ചിട്ടുള്ളൂ, ബട്ട് ഒറിജിനലി ത്രോംബസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ പ്ലേക്ക് മാത്രമായിരുന്നെങ്കിൽ അത് ഇത്രയും ഭാഗമേ ബ്ലോക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെ, ഈ ഒരു ഏരിയ, ബാക്കി ഇവിടം തുറന്നു കിടക്കുകയാണ്. പക്ഷേ ഒരു ത്രോംബസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫൈനലി ബ്ലോക്കിംഗ് ദ ഹോൾ ആർട്ടറി. ഈ ഫുൾ കൊറോണറി ആർട്ടറി അങ്ങ് ബ്ലോക്ക് ആവും. ഓക്കെ, ഈ ത്രോംബസ് വന്നു കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഫൈനലി എന്ത് പറ്റും, ഈ ഇസ്കീമിയ ഭയങ്കരമായിട്ട്, അല്ലേ, അത്തരം കേസിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് പെട്ടെന്ന് അക്യൂട്ടായിട്ടാണ് വരിക. പെട്ടെന്ന് എന്താ പറ്റിയ ഒരു പ്ലേക്ക് ഉണ്ടായിരുന്ന അങ്ങോട്ട് റപ്ചറായി, അല്ലേ, അത് നമ്മൾ പെട്ടെന്നാണ് സംഭവിക്കുക. ആ ബ്ലഡ്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബ്ലഡ് ഫ്ലോയിലോ ബ്ലഡ് വെസലിൻ്റെ ഭിത്തിയിലോ ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം എന്ത് പറ്റുന്നു, ഒരു പ്ലേക്ക് അങ്ങ് പ്ലേക്ക് പൊട്ടിയപ്പോഴേക്കും അവിടെ ഒരു ക്ലോട്ടിംഗ് പ്രോസസ്സ് ട്രിഗറായി, ഒരു ക്ലോട്ട് ഉണ്ടായി, ത്രോംബസ് ഉണ്ടായി. ആ ത്രോംബസ് ഇസ് ഫൈനലി ബ്ലോക്കിംഗ് ദ ഹോൾ ആർട്ടറി. ഈ ഒരു സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം അതുവരെയും സ്റ്റേബിൾ ആയിട്ടിരുന്ന ഒരു പ്ലേക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു സ്റ്റേബിൾ എന്നുള്ളത് അതിൻ്റെ ആ ഫൈബ്രസ് കവറിങ് ഒക്കെ പൊട്ടി അവിടെ ഒരു റപ്ചർ ഉണ്ടായി, പ്ലേക്ക് പൊട്ടുകയും റപ്ചർ ഉണ്ടാവുകയും അവിടേക്ക് പ്ലേറ്റ്ലെറ്റുകൾ വരികയും
പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഫൈനലി ക്ലോട്ട് ഫോർമേഷനിലേക്ക് അഡ്വാൻസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് നൗ ദ ക്ലോട്ട് ഓർ ദ ത്രോംബസ് ഇസ് ഓൾമോസ്റ്റ് ഫുള്ളി ബ്ലോക്കിംഗ് ദ കൊറോണറി ആർട്ടറി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇവിടെ കംപ്ലീറ്റ് ഇസ്കീമിയ. മറ്റേത് നിങ്ങൾ ഓർത്ത് നോക്കൂ, 30% എങ്കിലും ബ്ലഡ് മയോകാർഡിയത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സ്റ്റേബിൾ പ്ലേക്ക് മാത്രമായിരുന്നു അപ്പോൾ. ബട്ട് നൗ ദ പ്ലേക്ക് ഹാസ് റപ്ചേർഡ് ആൻഡ് ഫൈനലി ഇറ്റ് ഹാസ് എൻഡഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ത്രോംബസ്. അപ്പോൾ ത്രോംബസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ കൊറോണറി ത്രോംബോസിസ് എന്ന് പറയും. ആ ഫോർമേഷൻ ഓഫ് ദറ്റ് ക്ലോട്ട്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കോയാഗുലേഷനാണ്, ഒരു ക്ലോട്ടിംഗ് പ്രോസസ്സ്. അതായത് ഇതുപോലെയൊക്കെ സാധാരണ ക്ലോട്ടിംഗ് ഉണ്ടാവുന്ന എന്തിനാണ്, നമുക്ക് ബ്ലീഡിങ്, അധികം ബ്ലഡ് പോവാതിരിക്കാൻ നമ്മുടെ നേച്ചർ തന്നെ തന്നിരിക്കുന്നതാണത്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായ, ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസിൽ ഒരു ക്ലോട്ട് ഉണ്ടാവുകയും അത് ആർട്ടറിയെ അങ്ങ് അടച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരത്തെ ഇസ്കീമിയ ഉണ്ടായിരുന്നത് ആ ഒരു എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമായിരുന്നു. കാരണം അവിടെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. അഗെയിൻ 70% അടഞ്ഞിരിക്കുക. ഓക്കെ, 30% മതിയായിരുന്നു. ബട്ട് നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ അത് പോരാത്തത് കൊണ്ട് പേഷ്യൻറ്റിന് ഇസ്കീമിയ വരുമായിരുന്നു. അത് സ്റ്റേബിൾ അഞ്ചൈനായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ബട്ട് നൗ എന്താ ഉണ്ടായിരിക്കുന്നത്, ദ ആർട്ടറി ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്. പെട്ടെന്നാണ് ഇത് സംഭവിക്കുക. ഇങ്ങനെ റപ്ചർ ആവുന്നതും ക്ലോട്ട് ഉണ്ടാവുന്ന, പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേറ്റ് ചെയ്യുന്നതും ക്ലോട്ട് ഉണ്ടാവുന്നതൊക്കെ വളരെ പെട്ടെന്നാണ്. അങ്ങനെ ഒരു അക്യൂട്ട് ചേഞ്ച് ആയിട്ടാണ് വരിക. ആൻഡ് ഫൈനലി ദ പേഷ്യൻ്റ് വിൽ ബി ഹാവിങ് സിവിയർ ഇസ്കീമിയ, മയോകാർഡിയൽ ഇസ്കീമിയ. അപ്പോൾ അന്നേരവും ഇതുപോലെ പെയിൻ വരും. ആ പെയിന് നമുക്ക് സ്റ്റേബിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത് ഒരു എക്സേർട്ട് ചെയ്തപ്പോഴൊന്നും ആയിരിക്കില്ല ഇത് വരുന്നത്. ഓക്കെ, ഏത് സമയത്തും വരാം. അല്ല, ഇങ്ങനത്തെ ഒരു ത്രോംബോസിസ് മൂലം ഉണ്ടാകുന്ന ഇസ്കീമിയയും അതുമൂലം ഉണ്ടാകുന്ന എൻജൈനയും ഏത് സമയത്തും വരാം. അതിനൊരു സമയമില്ല. എക്സേർട്ട് ചെയ്യുമ്പോഴല്ല അത് വരുന്നത്, അത് റെസ്റ്റ് എടുത്താലൊട്ട് മാറുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എൻജൈന വിച്ച് ഇസ് ഡ്യൂ ടു ഓൾമോസ്റ്റ് എ കംപ്ലീറ്റ് ബ്ലോക്കേജ് ഓഫ് ദ കൊറോണറി ആർട്ടറി ഇസ് കോൾഡ് അൺസ്റ്റേബിൾ എൻജൈന. ആ പെയിൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അത് റെസ്റ്റ് എടുത്താൽ മാറില്ല, എക്സേർട്ട് ചെയ്യുന്നപ്പോഴല്ല അത് വരുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി എന്താ പറയുക, സമയം കഴിയും തോറും അതിങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എൻജൈനയാണിത്, അൺസ്റ്റേബിൾ എൻജൈന. അപ്പോൾ അൺസ്റ്റേബിൾ എൻജൈന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഇതുപോലെ ഒരു കംപ്ലീറ്റ് ബ്ലോക്കേജ് വരുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ബ്ലോക്കേജ് ആയിട്ടിരിക്കുന്ന ഒരു കൊറോണറി ആർട്ടറി എങ്ങോട്ടേക്കാണോ ഈ ബ്ലഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ഹാർട്ടിൻ്റെ ഏത് ഭാഗത്തേക്ക്, ഇപ്പോൾ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിലാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ അത് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിന് സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ റൈറ്റ് കൊറോണറി ആർട്ടറി വിൽ ബി സപ്ലൈയിങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ഭാഗം, ആ ഹാർട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒട്ടും ബ്ലഡ് എത്താതെയാവും, കംപ്ലീറ്റ് ഇസ്കീമിയ വരും. അങ്ങനെ ഹാർട്ടിന് അധികം നേരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ ഇസ്കീമിയയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഹാർട്ടിന് കംപ്ലീറ്റ് ഇസ്കീമിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഹാർട്ടിന് അധികം നേരം പറ്റില്ല. മേ ബി മാക്സിമം ഒരു 5 or 6 hours വരെയൊക്കെ അത് സാധിക്കുകയുള്ളൂ. അതിനുശേഷം ആ ഒരു 6 hours അത്രയും നേരം നമ്മളിത് എന്താ പറയുക, ഇസ്കീമിയ, കംപ്ലീറ്റ് ഇസ്കീമിയായിട്ട് എൻജൈന, അൺസ്റ്റേബിൾ എൻജൈനയുമായിട്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് പിന്നീട് എന്ത് പറ്റും, ഈ പറഞ്ഞ മയോകാർഡിയം, ഒട്ടും ബ്ലഡ് കിട്ടാതെ ഇരുന്ന ആ മയോകാർഡിയം പിന്നീട് അത് ഡെഡായി പോവുകയാണ് ഉണ്ടാവുക. അത്രയും നേരവും അത് ഇസ്കീമിക് മാത്രമായിരുന്നു. ബട്ട് നൗ മേ ബി ആഫ്റ്റർ the fighting against that for 6 hours, it will be finally dying. എന്തുകൊണ്ടാണ് ഡൈ ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദാറ്റ് ഇസ്കീമിയ. ആ കംപ്ലീറ്റ് അല്ലേ, ഓക്സിജനും ഗ്ലൂക്കോസും ഒന്നും മണിക്കൂറുകളായിട്ട് കിട്ടുന്നില്ല. സോ ദാറ്റ് ഏരിയ ഓഫ് ദ മയോകാർഡിയം, ഈ ബ്ലോക്ക്ഡ് ആർട്ടറി ഹാർട്ടിൻ്റെ ഏത് ഭാഗത്തേക്കാണോ ബ്ലഡ് കൊണ്ടുപോകുന്നത് ആ ഭാഗം, ഹാർട്ടിൻ്റെ ആ ഭാഗം എന്തുണ്ടാവും, ദാറ്റ് വിൽ ബിക്കം ഡെഡ്. ദാറ്റ് മയോകാർഡിയം വിൽ ഡൈ. ഓക്കെ, അതിനാണ് നമ്മൾ ഇൻഫാക്ഷൻ എന്ന് പറയും. കണ്ടോ, ഇസ്കീമിയയും ഇൻഫാക്ഷനുമുള്ള വ്യത്യാസം എന്താണ്? ഇസ്കീമിയ ഒരു ടെമ്പററി ചേഞ്ച് മാത്രമാണ് അല്ലേ, അതൊരു എന്താ പറയുക, ഒരു സ്ട്രക്ചറലി ഉള്ളൊരു ചേഞ്ച് അല്ല. അതിങ്ങനെ ഒരു ഡൈനാമിക്, ഒരു ഫങ്ഷണലായിട്ട് ബ്ലഡ് കിട്ടുന്നില്ല, ഓക്കെ, ബ്ലഡ് സപ്ലൈ തിരിച്ച് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഇസ്കീമിയയുടെ ഇതെല്ലാം പോകും. അത് റിവേഴ്സിബിൾ ആണ് ഇസ്കീമിയ. ബട്ട് വൺസ് ഇസ്കീമിയ ടേൺസ് ഇൻ ടു ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. ആ ഹാർട്ട് മസിലിൻ്റെ ആ ഒരു ഭാഗം പിന്നീട് ഒരിക്കലും അത് തിരിച്ച് ആ ഒരു ലൈവായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വരില്ല. ഇറ്റ് വിൽ ബി ഡെഡ് ഫോർ എവർ. അപ്പം അങ്ങനത്തെ ഒരു ഡെത്ത് ഓഫ് ദ മയോകാർഡിയം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്?
ഇസ്കീമിയ മൂലം അങ്ങനെയുള്ള ആ ഒരു ഡെത്തിനെയാണ് എന്ത് നമ്മൾ പറയുക, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഓർ MI എന്ന് പറയും. ഡെത്ത് ഓഫ് ദ മയോകാർഡിയം ഡ്യൂ ടു ഇസ്കീമിയ. അത് ഡെത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നെക്രോസിസ് എന്നൊക്കെയുള്ള വേർഡാണ് സാധാരണ ഉപയോഗിക്കുക. പക്ഷേ ഇൻഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഡെത്ത് ഒരു ടിഷ്യൂവിന് സംഭവിക്കുകയാണെങ്കിൽ അത് മിക്കവാറും എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക, ആ ഏരിയയ്ക്ക് ബ്ലഡ് കിട്ടാത്തത് കൊണ്ട്. ബ്ലഡ് കിട്ടാത്തത് കൊണ്ടുള്ള ഡെത്തിനെയാണ് നമ്മളെപ്പോഴും എന്ത് വിളിക്കുക, ഇൻഫാക്ഷൻ എന്ന് വിളിക്കുക. FARCTION. നമ്മളിവിടെ മയോകാർഡിയമാണ് ഡെഡ് ആവുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് കോൾഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഓക്കെ, അതർവൈസ് കോൾഡ് MI. ഓക്കെ, പിന്നെ അത് അക്യൂട്ടായിട്ട് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ പറയും അക്യൂട്ട് MI എന്നും പറയും. AMI, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പോൾ അതിൻ്റെ സിംറ്റമാണ് മെയിൻലി നമ്മൾ ഈ പറഞ്ഞ അൺസ്റ്റേബിൾ അഞ്ചൈന. അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. പിന്നീട് നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ഡെഡ് ഏരിയ ഡെഡായി തന്നെ നമ്മൾ മരിക്കുവോളം ഹാർട്ടിൽ അവിടെ ഉണ്ടാവും. അത് പിന്നീട് ഹാർട്ടിൻ്റെ മൂവ്മെൻറ്റ്സിലോ ഒന്നും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ മൂവ് ചെയ്യാതെ ഡെഡായിട്ട് ഒരു ഏരിയ ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ അത് എത്ര വലിയ ആർട്ടറിയാണ് അടഞ്ഞത് അതനുസരിച്ചിരിക്കും ഹാർട്ടിൻ്റെ എത്ര ഭാഗം ഡെഡ് ആവും എന്നുള്ളത്. അല്ലെ, ഒരു ചെറിയൊരു ബ്രാഞ്ചൊക്കെയാണ് ഇതുപോലെ ബ്ലോക്ക് ആവുന്നത്, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവുന്നെങ്കിൽ അതെന്തായാലും ഒരു ചെറിയ ബ്രാഞ്ച് ആകുമ്പോൾ ഒരു ചെറിയ ഏരിയക്കല്ലേ സപ്ലൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ ഓൺലി ദാറ്റ് സ്മോൾ പാർട്ട് ഓഫ് ദ ഹാർട്ട് വിൽ ബി ഡൈയിങ്. നേരെമറിച്ച് ഒരു വലിയ ഒരു സപ്പോസ് ഒരു മെയിൻ കൊറോണറി ആർട്ടറിയിൽ തന്നെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഭയങ്കര അതൊരു എന്താ പറയുക, ചിലപ്പോൾ നമുക്കൊരു മരണത്തിലേക്ക് നയിക്കുന്ന ആ ഒരു ചേഞ്ചായി മാറാം അത്. കാരണം ഒരു ഓൾമോസ്റ്റ് പകുതി ഹാർട്ടിൻ്റെ ഭാഗം മയോകാർഡിയം ഡെഡ് ആയാൽ അത് വെച്ച് ഹാർട്ടിനെ ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് വിൽ ഫൈനലി ലീഡ് ടു കാർഡിയക് അറസ്റ്റ്, അങ്ങനെ ഡെത്ത് ഒക്കെ ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനി നമ്മൾ MI എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും സാധാരണക്കാർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. MI എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെത്ത് ഓഫ് ദ മയോകാർഡിയം ഡ്യൂ ടു ഇസ്കീമിയ, ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ. ഇറ്റ്സ് കോൾഡ് MI. അതൊരു ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ആ ഏരിയ ഒരു സ്കാർ പോലെ ലൈഫ് ലോങ് നമുക്ക് അവിടെ ഉണ്ടാവും ഹാർട്ടിൽ. ഓക്കെ, അപ്പോൾ അതാണ് MI എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഇതിലേക്ക് നയിച്ച രണ്ട് സിറ്റുവേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, ഇതുപോലൊരു സ്റ്റേബിൾ പ്ലേക്കുകളുണ്ട്, അത് സ്റ്റേബിൾ ആയിരിക്കുന്നിടത്തോളം വലിയ ഇഷ്യൂ ഇല്ല. ഓക്കെ, ആ സമയത്ത് ആസ് ഓഫ് നൗ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ എപ്പോഴെങ്കിലും അല്ലെ അങ്ങനെ പ്ലേക്ക് മാത്രമായിരിക്കുമ്പോൾ എന്താ ഉണ്ടാവും, യൂഷ്വലി അത് പ്ലേക്ക് ചെറിയ പ്ലേക്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വലിയതായിട്ടുള്ള കുറേ ഭാഗം ബ്ലോക്ക് ആക്കുന്ന പ്ലേക്സ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റേബിൾ അഞ്ചൈന ഉണ്ടാവും. അല്ലെ, 70% കൂടുതലും ബ്ലോക്ക് ചെയ്യുന്നു, അത്രയും നിറഞ്ഞിരിക്കുക, 30% സ്പേസ് ഉള്ളൂ ബ്ലഡിന് ഒഴുകാൻ. അപ്പോൾ അത്തരം സിറ്റുവേഷനൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ എക്സേർഷൻ്റെ ടൈമിൽ അഞ്ചൈന വരെ, എക്സേർഷണൽ അഞ്ചൈന, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയും. Because it only occurs on exertion and it will surely be relieved by rest. Okay, അതാണ് സ്റ്റേബിൾ. ഇറ്റ് ഹാസ് എ സ്റ്റേബിൾ പാറ്റേൺ. അത് സ്റ്റേബിൾ പ്ലേക്സ് ആണെന്ന് ഓർത്താൽ മതി. സ്റ്റേബിൾ പക്ഷേ ലാർജ് പ്ലേക്സ്. പക്ഷേ ഒരു അൺസ്റ്റേബിൾ പ്ലേക്ക് വരുന്നു, അതായത് ഒരു പ്ലേക്കിന് ആ ഫൈബ്രസ് ക്യാപ്പൊക്കെ ഭയങ്കര തിന്നാണ്. അപ്പോൾ ചെറിയതായിട്ടുള്ള പ്രഷർ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഇതങ്ങ് പൊട്ടും. ഇത് പൊട്ടിക്കഴിയുമ്പോൾ ആ പൊട്ടൽ ഫൈനലി ഒരു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷന് കാരണമാവും. And that platelet aggregation will finally lead to thrombus formation. Thrombus ഉണ്ടായാൽ അത് ഓൾമോസ്റ്റ് ഫുൾ ആർട്ടറി അങ്ങ് അടച്ചു കളയും. And that will lead to a complete lack of blood supply to that myocardium. അതാണ് നമ്മൾ കംപ്ലീറ്റ് ഇസ്കീമിയ അല്ലേ. അങ്ങനെ നമുക്ക് ഹാർട്ടിന് അത്ര നേരം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റില്ല. മേ ബി ആഫ്റ്റർ 6 or 7 hours it will be that area of the myocardium which is not at all getting any blood will be dying. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, MI എന്ന് പറയും. അപ്പോൾ ഇതാണ് ആതെറോസ്ക്ലെറോസിസിൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ പ്ലേക്സ് വരിക, പ്ലേക്സിൻ്റെ ആ ഒരു രീതി അനുസരിച്ചിരിക്കും നമ്മൾ എത്രമാത്രം നമുക്ക് ഇഷ്യൂസ് വരാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ടേംസ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അത്തിറോമ എന്ന് പറഞ്ഞാൽ ഈ പ്ലേക്കുകളെ വിളിക്കുന്ന പേരാണ്, ഒരു കളക്ഷൻ ഓഫ് ഫാറ്റ്. അത്തിറോ എന്ന് വെച്ചാൽ ഫാറ്റ്, ഓമ എന്ന് പറഞ്ഞാൽ കളക്ഷൻ. പ്ലേക്സിനെയാണ് നമ്മൾ അത്തിറോമ എന്ന് വിളിക്കുക. അത്തിറോമ ഒക്ലൂഷൻ ഉണ്ടാക്കും. ഒക്ലൂഷൻ എന്ന് വെച്ചാൽ ബ്ലോക്കേജ് ആണ്. ആ ബ്ലോക്കേജ് എത്രമാത്രം ഉണ്ടെന്നനുസരിച്ചാണ് പ്രോബ്ലംസ് വരിക. പിന്നെ അത് അങ്ങനെ ബ്ലോക്കേജ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആണ് ഇസ്കീമിയ വരിക. ഇസ്കീമിയ എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് കംപ്ലീറ്റ് ഇസ്കീമിയ ഒക്കെ വരുന്നത് ത്രോംബോസിസ് വരുമ്പോൾ മാത്രമാണ്.
അത്തരം കേസിലാണ് ഇൻഫാക്ഷനിലേക്ക് പോകുക. അതർവൈസ് പേഷ്യൻറ്റിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും പറയാനാണ് ഉദ്ദേശിച്ചത് പാർട്ട് 1. ഇനി നമുക്ക് അടുത്ത ഒരു പാർട്ട് 2 നമുക്കിതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരു MI ഉണ്ടായാൽ, MI ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്റ്റേബിൾ അഞ്ചൈനയിലാണ് ഇരിക്കുന്നത്, പ്ലേക്സ് ഉണ്ടെന്നേ ഉള്ളൂ, ബട്ട് ഇത് ഗെയിൻ ദ പേഷ്യൻ്റ് ഇസ് ഗെറ്റിംഗ് എക്സേർഷണൽ അഞ്ചൈന, ഓക്കെ, സ്റ്റേബിൾ അഞ്ചൈന. അപ്പോൾ അന്നേരം നമ്മൾ എന്താണ് ചെയ്യുക? അല്ലെങ്കിൽ ഒരു MI ആയിട്ട് തന്നെ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ചെയ്യുക? ഇതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ശ്രദ്ധിച്ച് വീഡിയോ ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിതിൻ്റെ എന്താ പറയുക, ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും, ഡയഗ്നോസിസ് ചെയ്യും, അതെങ്ങനെ മാനേജ് ചെയ്യും. അത് തന്നെ 2 ടൈപ്പ് മാനേജ്മെൻ്റ് ഉണ്ട്. ആ സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാത്രം നമ്മൾ മാനേജ് ചെയ്താൽ പോരാ, ഇനി അത് വരാതിരിക്കാനും നമ്മൾ ഭാവിയിലേക്കും കൂടെ നമുക്ക് മാനേജ്മെൻറ്റ്, ലോങ് ടേം മാനേജ്മെൻറ്റും വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ ലിസണിങ് ടു മൈ വീഡിയോസ്. ഷെയർ ചെയ്യുന്നതിനും ഒക്കെ താങ്ക് യു, സപ്പോർട്ട് ചെയ്യുന്നതിനും. സോ അടുത്ത വീഡിയോ കാണാം. ഇനിയും ഇതുപോലെ കുറച്ച് ഡിസീസസ് കൂടി ഞാൻ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.